നമസ്കാരം. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ. ഇന്നത്തെ ടോപ്പിക്ക് PCOD പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസും അതിൻ്റെ ഡയറ്റ് മാനേജ്മെൻറ്റും. PCOD ഇന്ന് സർവ്വസാധാരണമായി സ്ത്രീകളിലും കുട്ടികളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഇത് ഒരു ജീവിത ശൈലിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചിട്ടയല്ലാത്ത ഭക്ഷണ ക്രമീകരണവും അതുപോലെ തന്നെ ആഹാര ക്രമീകരണവും ഫാസ്റ്റ് ഫുഡുകളുടെ അമിത ഉപയോഗവും വ്യായാമമില്ലായ്കയൊക്കെ ഇതിന് പ്രധാന കാരണമായിട്ട് തന്നെ എടുത്തു പറയാവുന്നതാണ്. PCOD ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തന്നെയാണ്. PCOD ഉള്ളവർക്ക് അമിതമായ പൊണ്ണത്തടി, ശരീരഭാരം, അധികമായിട്ടുള്ള കൊളസ്ട്രോൾ ലെവൽ, BP-യിലുള്ള വേരിയേഷൻസ്, ബ്ലഡ് ഷുഗറിലുള്ള വ്യത്യാസം ഇവയെല്ലാം കാണാവുന്നതാണ്. ഇതിൻ്റെ ഡയറ്റ് മാനേജ്മെൻറ്റ് പ്രധാനമായിട്ടും ആലോചിക്കേണ്ടത് ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. ഹൈറ്റിന് പ്രപ്പോർഷനേറ്റായിട്ട് വെയിറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ എങ്ങനെ ഒരു ഡയറ്ററി മാനേജ്മെൻറ്റ് ക്രമപ്പെടുത്താം? സീരിയൽസിൻ്റെ ധാന്യവർഗ്ഗങ്ങളുടെ ഉപയോഗം നിയന്ത്രിച്ച് നിർത്തുകയും പ്രോട്ടീൻ ലഭ്യമാകുന്ന തരത്തിൽ ഭക്ഷണം ക്രമീകരിക്കുകയും വേണം. എന്നാൽ കൊഴുപ്പ് കുറച്ചുകൊണ്ടുള്ള ഭക്ഷണ ക്രമീകരണമാണ് പ്രധാനമായിട്ടും ഇത് ഊന്നൽ നൽകേണ്ടത്. ഫാസ്റ്റ് ഫുഡുകൾ, അമിതമായ എണ്ണയിൽ വറുത്തുപൊരിച്ച ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം നല്ലവണ്ണം നിയന്ത്രിക്കണം. ഇനിയും ഉൾപ്പെടുത്തേണ്ടത് ധാതുക്കളും അതുപോലെ തന്നെ പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻസുകളും ധാരാളം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ദിവസേന ആഹാരത്തിൻ്റെ ഒരു പ്രധാന പാർട്ടാകണം എന്നുള്ളതാണ്. ഇനി ധാന്യവർഗ്ഗങ്ങൾ എടുക്കുമ്പോൾ സംസ്കരിച്ചെടുത്ത ധാന്യങ്ങൾക്ക് പകരം, സംസ്കരിച്ചെടുത്തത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് മൈദ ചേർന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇതിൻ്റെ പകരമായി നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ധാന്യവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തണം. ഇത് നാരുകൾ ശരീരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് വഴി ശരീരത്തിന് അധിക കൊളസ്ട്രോളിനെയും കൊഴുപ്പിനെയും കുറയ്ക്കുകയും വെയിറ്റ് മാനേജ്മെൻറ്റ് സാധ്യമാക്കുകയും ചെയ്യും. ഇതിൽ ധാതുക്കളായിട്ടുള്ള സിങ്ക്, അയൺ, മാൻഗനീസ്, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസുകളുണ്ട്, ലിഗ്നിൻ, ഫെറുലിക് ആസിഡ്, അതുപോലെ തന്നെ പോളിഫീനോൾസ്, ഇൻഡോൾസ്, തയോൾസ് കണ്ടൻറ്റുകളുണ്ട്. ഇതെല്ലാം PCOD പ്രശ്നങ്ങളെ ചുരുക്കാൻ സഹായിക്കും. ഇനി പയറുവർഗ്ഗങ്ങളുടെ ഉൾപ്പെടുത്തലുകൾ. ഒരു അരക്കപ്പ് പയറുവർഗ്ഗങ്ങളെങ്കിലും ദിവസേന ഭക്ഷണത്തിൻ്റെ പാർട്ടാകണം. മുളപ്പിച്ചെടുത്ത പയറുവർഗ്ഗങ്ങളാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ അധിക ടോക്സിനുകളെയും അധികമായിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ നീക്കം ചെയ്യും. അതുപോലെ വിശപ്പിൻ്റെ ഹോർമോണായ ഗ്രെയിലിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കാനും സഹായിക്കും. പയറുവർഗ്ഗങ്ങളിൽ കടല, മുതിര, ചെറുപയർ എന്നിവ ശരീരത്തിലെ അധികമുള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തന്നെയുണ്ട്. ഇനി മുട്ടവെള്ള ഈ PCOD ഉള്ള ആൾക്കാർക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ പ്രദാനം ചെയ്യാൻ സഹായിക്കും. പ്രോട്ടീൻ്റെ പോഷകഗുണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് മുട്ടവെള്ള. ദിവസവും 2 അല്ലെങ്കിൽ 3 മുട്ടവെള്ള ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ഗുണകരമാണ്. അതിൽ തന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ള ഓംലെറ്റുകളായിട്ടോ അല്ലെ സ്ക്രാമ്പിൾഡ് ഫോമോ ഇടനേരാഹാരമായിട്ടോ മേജർ ഫുഡായിട്ടോ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലത്. ഒമേഗ 3 ധാരാളം അടങ്ങിയിട്ടുള്ള മത്സ്യവർഗ്ഗങ്ങൾ, മത്തി, അയല, ചൂര, സാൽമൺ വെറൈറ്റിയുള്ള ഫിഷസ് എല്ലാം PCOD ഇല്ലാതാക്കാൻ സഹായിക്കും. ഈ പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ആൻഡ്രോജൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനെ കുറയുന്നു. അതുമാത്രമല്ല, ശരീരത്തിൽ ആവശ്യമുള്ള പ്രോട്ടീൻ ലഭ്യമാകുമ്പോൾ ഈ നമ്മളുടെ ഹോർമോൺ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുകയും ശരീരത്തിൻ്റെ ബോഡി വെയ്റ്റ് നിയന്ത്രിച്ചെടുക്കാനും സഹായിക്കുന്നതാണ്. ഇനി പാലിൻ്റെ ഉപയോഗം, പാൽ ഉൽപ്പന്നങ്ങളായിട്ടുള്ള മോര്, തൈര് എന്നിവ ഒരു 150 ml എന്ന ക്രമത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലുള്ള കാൽഷ്യം അതുപോലെ ഫോസ്ഫറസ് എന്നീ കണ്ടൻറ്റുകൾ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ധാതുക്കളാണ്. അത് നമ്മൾക്ക് പ്രദാനം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അണ്ടിപ്പരിപ്പുകളുടെ കാര്യം എടുക്കുമ്പോൾ ഇത് നിയന്ത്രണ വിധേയമായി തന്നെ വേണമെന്നുള്ളതാണ്. കശുവണ്ടി, ബദാം, കപ്പലണ്ടി ഇവയിലുള്ള അപൂരിത കൊഴുപ്പും മാംസ്യവും നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലുള്ള HDL ഗുഡ് കൊളസ്ട്രോളിൻ്റെ ലെവലിനെ കറക്റ്റ് ചെയ്യുകയും ബാഡ് കൊളസ്ട്രോൾ LDLൻ്റെ ലെവൽ കുറച്ചു നിർത്താനും സഹായിക്കും. എന്നാൽ അത് നിയന്ത്രണ വിധേയമായി തന്നെ ഉപയോഗിക്കേണ്ടതാണ്.
ഇനി ആവശ്യത്തിന് നമ്മൾ പറഞ്ഞു പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൻ്റെ പാർട്ടാകണമെന്നുള്ളത് പറഞ്ഞു. പച്ചക്കറികൾ എടുക്കുമ്പോൾ ദിവസവും 2.5 കപ്പ് പച്ചക്കറികളെങ്കിലും ഉപയോഗിക്കണം. അതിൽ അന്നജം കൂടുതലുള്ള കിഴങ്ങുവർഗ്ഗങ്ങളുടെ ഉപയോഗം നിയന്ത്രിച്ച് നിർത്തുക തന്നെ വേണം. മരച്ചീനി, ചേമ്പ്, കാച്ചിൽ പോലെയുള്ള ഉരുളക്കിഴങ്ങ് പോലെയുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ. ഇലക്കറികൾ ഒരാഴ്ചയിൽ 3 ദിവസം എങ്കിലും ആഹാരത്തിൻ്റെ പാർട്ടാകണം. പച്ചക്കറികളും ഇലക്കറികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാലഡുകളോ അല്ലെങ്കിൽ സൂപ്പുകളോ സ്മൂത്തികളോ ഇടനേര ഭക്ഷണമായിട്ടോ മെയിൻ ഭക്ഷണമായിട്ടോ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി പഴങ്ങളിൽ ചുവന്ന നിറത്തിലുള്ള പഴങ്ങൾ ഏറ്റവും ഗുണകരമാണ് PCOD ഉള്ള ആൾക്കാരിൽ. ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ചെറി, അല്ലെങ്കിൽ ബാക്കിയുള്ള മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ, ഇവയെല്ലാം ഈ PCOD പ്രശ്നങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും 2 സർവീസ് 2 നേരമെങ്കിലും പഴങ്ങൾ ഉൾപ്പെടുത്തുക, 200 ഗ്രാം എന്ന ക്രമത്തിൽ. ഈ പഴങ്ങളിലുള്ള ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻസുകൾ, വിറ്റമിനുകൾ ഇവയെല്ലാം നമ്മളുടെ ദിവസം വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള പോഷകങ്ങൾ പ്രദാനം ചെയ്യുകയും ശരീരത്തിൻ്റെ ബോഡി വെയ്റ്റ് നിയന്ത്രിച്ച് നിർത്താനും സഹായിക്കും. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫാസ്റ്റ് ഫുഡുകൾ നല്ലവണ്ണം നിയന്ത്രിക്കുക. സമയത്തുള്ള ഭക്ഷണ ക്രമീകരണം, ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതിരിക്കുക. കറക്റ്റായിട്ട് ചെറിയ ഭക്ഷണം ഇടവേളകളിട്ട് എടുക്കുക. ഒരു നേരം വലിയ ഭക്ഷണം കഴിക്കാതെ ചെറിയ അളവിലുള്ള ആഹാര ക്രമീകരണം നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറക്റ്റ് സമയം ശീലമാക്കുക. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയിലുള്ള ഒരു ഇൻ്റർവെൽ പീരീഡ് ഇട്ടിട്ടുള്ള ഒരു സാലഡ്സോ അല്ലെ ഫ്രൂട്ടോ അല്ലെ മിക്സഡ് നട്ട്സുകളോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഉച്ചയ്ക്കത്തെ ആഹാരത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ അതിൽ ധാന്യവർഗ്ഗങ്ങളുടെ ഉപയോഗം നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി ഒന്നുകിൽ മില്ലറ്റുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. മില്ലറ്റിൽ ധാരാളം ഫൈബറുകളുണ്ട്, അതുപോലെ ന്യൂട്രിയൻസ് കൂടുതലായിട്ടുണ്ട്. മില്ലറ്റിൻ്റെ കൂടെ തന്നെ കൂടുതൽ അളവിൽ പച്ചക്കറികളും അതുപോലെ തന്നെ ലീൻ മീറ്റ്, കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള മത്സ്യവർഗ്ഗങ്ങളും അതുപോലെ തന്നെ നോൺ വെജ് ആയിട്ടുള്ള ചിക്കൻ എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈവനിങ് ടീയുടെ ടൈമിൽ ചായ ഒഴിവാക്കി അവിടെ സൂപ്പുകളായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ടുകളോ ഉൾപ്പെടുത്താവുന്നതാണ്. രാത്രിയിലെ ഭക്ഷണത്തിന് സമയം ലേറ്റാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ അധിക കൊഴുപ്പടിഞ്ഞുകൂടുകയും ശരീരഭാരം കൂടുകയും ചെയ്യും. അതുകൊണ്ട് സമയത്ത് തന്നെ കറക്റ്റായിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഭക്ഷണ ക്രമീകരണം ശീലമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദിവസം 45 മിനിറ്റെങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം. വ്യായാമം ഔഷധതുല്യമാണ് PCOD ഉള്ളവരിൽ. അതുപോലെ വ്യായാമം നടത്തവാക അല്ലെങ്കിൽ സൈക്ലിങ്, ജോഗിങ് ഏത് എക്സസൈസും ശീലമാക്കാവുന്നതാണ്. ചിട്ടയായ ഒരു ഭക്ഷണ ക്രമീകരണവും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള വ്യായാമവും ഒക്കെ ശീലിച്ച് PCODയെ നമുക്ക് ഇല്ലാതാക്കാം.